ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2 ദിനവൃത്താന്തം 34 അധ്യായം 1 വാക്യം. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. ഒരു ബാലൻ രാജാവുകയാണ്. അവൻ്റെ പേര് യോശിയാവ് എന്നാണ്. യഹൂദയിലെ രാജാക്കന്മാർ എല്ലാവരും തന്നെ ചിലർ നല്ലവരായിരുന്നു, ചിലർ എന്നാൽ ദൈവത്തിന് എതിരായി മ്ലേച്ഛതകൾ പ്രവർത്തിച്ചു. അങ്ങനെ വരുമ്പോൾ ഹിസ്കിയ രാജാവ് നല്ലൊരു രാജാവായിരുന്നു. അദ്ദേഹം ദൈവഹിതമനുസരിച്ച് പ്രവർത്തിച്ചു, ഭരിച്ചു. ജനങ്ങളെ പാപബോധമൊക്കെ വരുത്തി ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് ഭരിച്ച ഒരാളാണ്. എന്നാൽ ഹിസ്കിയാവെന്ന് പറയുന്നത് ഈ യോശിയാവിൻ്റെ വല്യപ്പച്ചനാണ്. ഹിസ്കിയാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിന് മനശ്ശെ രാജാവായി. മനശ്ശെ 55 കൊല്ലമാണ് രാജാവായത്. ഈ മനശ്ശെ എന്ന് പറയുന്നത് യോശിയാവിൻ്റെ വല്യപ്പച്ചനാണ്. ഈ മനശ്ശയുടെ കാലത്താണ് യഹൂദയിൽ ഏറ്റവും വലിയ മ്ലേച്ഛതകൾ നടന്നത്. അദ്ദേഹം ഈ ആരാധനാലയത്തിൽ നിന്നൊക്കെ ഈ ന്യായപ്രമാണമൊക്കെ എടുത്തു മാറ്റി അവിടെയൊക്കെ അശേരാ പ്രതിഷ്ഠകളും ബാലിൻ്റെ വിഗ്രഹങ്ങളൊക്കെ വെച്ചു. എല്ലാ വൃക്ഷ തണലുകളിലും വിഗ്രഹങ്ങൾ വെച്ചു. ദുർമന്ത്രവാദങ്ങളും ലക്ഷണമൊക്കെ നോക്കി ആഭിചാരക്രിയൊക്കെ നടത്തി ദൈവത്തിനെതിരായി ചെയ്തു. അങ്ങനെ ജനങ്ങളെ പാപബോധമില്ലാതെ, ആത്മീയ ഭാവബോധമില്ലാതെ വളർത്തി ഒരു അരാജകത്തിലേക്ക് ആയി. ആ മനശ്ശയുടെ അന്ത്യം, അതായത് അവസാന നാളുകളിൽ അസീറിയൻ രാജാവ് ഒരു ചങ്ങലയ്ക്ക് ഇട്ട് കൊണ്ടുപോകുന്നത്, അതായത് മീനെയൊക്കെ ചൂണ്ടയിൽ കൊളുത്തിക്കൊണ്ട് പോകുന്നത്, അക്രത്തെയൊക്കെ ചൂണ്ടയിൽ കൊളുത്തിക്കൊണ്ട് പോകുന്ന പോലെയായിരുന്നു അന്ത്യം. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ആമോൻ രാജാവായി. രണ്ട് വർഷമേ ഭരിച്ചുള്ളൂ. ആമോനും ഈ മനശ്ശയുടെ അതേ കാര്യങ്ങൾ തുടർന്നു. അതായത് ബാൽ വിഗ്രഹങ്ങളെയും അശേരാ പ്രതിഷ്ഠയിലൊക്കെ ചെയ്തു. ആഭിചാരക്രിയകളും ദുർമന്ത്രവാദികളൊക്കെ ദേശത്ത് വരുത്തി. അങ്ങനെ ചെയ്തത്. ഈ ആമോൻ എന്ന് പറയുന്നത് യോശിയാവിൻ്റെ അപ്പനാണ്. എന്നാൽ ഈ ആമോൻ്റെ അന്ത്യവും അങ്ങനെ തന്നെ ആയിരുന്നു. 2 കൊല്ലം ആയപ്പോഴത്തേന് രാജഭൃത്യന്മാർ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ തന്നെ അദ്ദേഹത്തെ കൊല്ലുകയാണ് രാജകൊട്ടാരത്തിൽ വെച്ച്. അങ്ങനെ ആമോന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ യോശിയ 8 വയസ്സുകാരനാണ് രാജാവാകുന്നത്. എന്നാൽ ഈ യോശിയാവ് രാജാവാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് നോക്കണം. അദ്ദേഹത്തിൻ്റെ ഈ പരിതസ്ഥിതി ഒന്ന് നോക്കണം. എങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹം രാജാവാകുന്നത്. അതായത് 2 കൊല്ലം മുമ്പ് വല്യപ്പച്ചനെ ഈ മ്ലേച്ഛതകളൊക്കെ പ്രവർത്തിച്ചൊക്കെ ചെയ്ത് യുദ്ധങ്ങളൊക്കെ ഉണ്ടായി. അസിറിയൻ രാജാവ് ഒരു ചൂണ്ടയിൽ കൊളുത്തിക്കൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞ് സ്വന്തം പിതാവായ ആമോനെ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, രാജാവാകാൻ തൊട്ട് മുമ്പ്, അംഗരക്ഷകർ തന്നെ രാജകൊട്ടാരത്തിൽ ഉള്ളവർ തന്നെ ഗൂഢാലോചന നടത്തി കൊല്ലുന്നു. അങ്ങനെ സുരക്ഷിതമില്ലാത്ത ഒരവസ്ഥയിൽ രാജ്യം മൊത്തം അരാജകത്വമാണ്. കാരണം ദൈവത്തെ വിളിക്കുന്നില്ല, എല്ലാവരും മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയാണ്. അശേരാ പ്രതിഷ്ഠകളെയും ബാൽ വിഗ്രഹങ്ങളെയും ഒക്കെ സേവിക്കുന്നു. ദുർമന്ത്രവാദങ്ങളും ആഭിചാരക്കളും ഒക്കെ നടത്തി. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഈ യോശിയാവ് രാജാവാകുന്നത്. എന്നാൽ അവിടെ പറഞ്ഞത് യോശിയാവ് അവൻ്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ, അവൻ്റെ യൗവനത്തിൽ തന്നെ അവൻ തൻ്റെ പിതാവായ ദാവീദിൻ ദൈവത്തെ അന്വേഷിച്ചു എന്നാണ് പറയുന്നത്. വാഴ്ചയുടെ 8-ാം ആണ്ടിൽ, അതായത് 16-ാം വയസ്സിൽ തന്നെ തൻ്റെ പിതാവായ ദാവീദിൻ്റെ എന്താണ് പറയുന്നത്. നമുക്കറിയാം, ദാവീദല്ല ഈ യോശിയാവിൻ്റെ പിതാവ്, ആമോനാണ്. ആമോൻ്റെ അതായത് യോശിയാവിൻ്റെ വല്യപ്പൻ എന്ന് പറയുന്നത് മനശ്ശെയാണ്. എന്നാൽ അവരുടെ വഴികളിലല്ല ഈ യോശിയാവ് പോകുന്നത് ഈ പിതാക്കന്മാരുടെ ആത്മീയ വേരുകളെ തീരുകയാണ്. ദാവീദ് അങ്ങനെയുള്ള പ്രഗത്ഭരായ ആത്മീയ പിതാക്കന്മാരുടെ വേരുകളെ തീരുകയാണ്. അതായത് പിന്നീട് അവിടെ പറയുന്നത് ന്യായപ്രമാണമൊക്കെ പുനഃസ്ഥാപിക്കുന്നു, പള്ളിയുടെ പുനർനിർമ്മാണമൊക്കെ ചെയ്യുന്നു, ഈ ന്യായപ്രമാണമെല്ലാം ആൾക്കാരെ വിളിച്ച് കേൾപ്പിക്കുന്നു. അങ്ങനെ എല്ലാവരും ദൈവത്താൽ പ്രേരിതമായി ഈ വിഗ്രഹങ്ങളെയൊക്കെ ന്യായപ്രമാണമൊക്കെ കണ്ടെടുത്ത് അങ്ങനെ ദൈവികമായ അനുഭവത്തിലേക്ക് വരുത്തിയാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഈ യോശിയാവ് എങ്ങനെയാണ് പെട്ടെന്ന് 8 വയസ്സുകാരൻ അല്ലെങ്കിൽ 16 വയസ്സ് വരെയൊക്കെ ആയപ്പോഴേക്കും ഈ പിതാക്കന്മാരുടെ യഥാർത്ഥമായ പിന്തുടർച്ചയാണെങ്കിൽ ആമോൻ്റെയോ അല്ലെങ്കിൽ യോശിയാവിൻ്റെയോ ആ വഴിയിൽ ആമോൻ്റെയോ മനശ്ശയുടെ വഴിയിൽ പോകേണ്ടതാണ്. എന്നാൽ യോശിയാവ് ചെയ്തത്
ദൈവത്തിലേക്ക് ആത്മീയ പിതാക്കന്മാരുടെ പേരുകളെ നോക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ വളരെ സൈലൻ്റായി ഈ യോശിയാവുടെ പിന്നിൽ ഒരാളുണ്ട്. അത് അവൻ്റെ അമ്മ യദീദയാണ്. യദീദ അത് അധികമൊന്നും അവിടെ പറയുന്നില്ല. ഈ യദീദ ഒരു അമ്മ, ഈ അമ്മയെ, ഈ യോശിയാവിൻ്റെ അമ്മ അവിടെ അമ്മാവിപ്പനായ മനശ്ശെയുടെ 55-ാം ആണ്ടിൽ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നു. ആ മനശ്ശെയുടെ ഈ ക്രൂരകൃത്യങ്ങളും മ്ലേച്ഛതകളും കണ്ടു വളർന്ന ഒരാളാണ്, ഈ കൊട്ടാരത്തിലുള്ള ആളാണ് ഈ യദീദ. അത് കഴിഞ്ഞ് സ്വന്തം ഭർത്താവിൻ്റെ മ്ലേച്ഛതകൾ അത് തന്നെ പിന്തുടരുന്ന സ്വന്തം ഭർത്താവ്, അതുമൂലം സ്വന്തം ഭർത്താവിനെ വെട്ടിക്കൊല്ലെന്ന് കാണുന്ന ഒരു യദീദ. ആ യദീദ, ആ അമ്മ ഈ മകനെ ആ രീതിയിലല്ല വളർത്തുന്നത്, ദൈവീയമായ അനുഭവത്തിലാണ് വളർത്തുന്നത്, ദൈവത്തിൻ്റെ വഴിയിലാണ് നടത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു അമ്മ എങ്ങനെയാണ് മക്കളെ ഏത് വഴിയിൽ കൂടെ പോകണം, ഏത് വഴിയോടെ തിരിച്ചു വിടണം എന്നുള്ളത് കാണിക്കുന്നത്. ഇവിടെ ഇത് പറയുവാൻ കാര്യം, ഇന്ന് പരിശുദ്ധ ദേവാലയത്തിൽ എവൻഗേലിയോൻ വായനാ ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 57 മുതൽ 1-ാം അധ്യായം 57 മുതൽ 80 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ സ്നാപകൻ്റെ ജനനവും അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വേദഭാഗങ്ങളാണ്. ഇന്ന് സഭ, പരിശുദ്ധ ഓർത്തഡോക്സ് സഭ ബാലദിനം കൂടിയായിട്ടാണ് ഇത് ആഘോഷിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയ ബാലൻ, ഒരു കുഞ്ഞു ബാലൻ, അവന് 8-10 വയസ്സ് കാണും. അവൻ ഭംഗിയായിട്ട് ഈ ഭാഗത്തെക്കുറിച്ച്, എവൻഗേലിയൻ ഭാഗത്തെക്കുറിച്ച് അവിടെ പ്രസംഗിച്ചു. ഒരു ഇതുമില്ലാതെ, ഒരു സഭാകമ്പവും ഇല്ലാതെ, ഒരു നെർവസൻസും ഇല്ലാതെ ഭംഗിയായിട്ട് ധൈര്യപൂർവ്വം ഒരു മുതിർന്ന ആൾ, ഈവൻ ഒരു പുരോഹിതൻ സംസാരിക്കുന്ന പോലെ ഒരു പ്രസംഗത്തിന് നല്ലപോലെ പ്രസൻറ്റ് ചെയ്തു. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ, ബോഡി, അത് കഴിഞ്ഞ് കൺക്ലൂഷൻ, ഒരു പ്രസൻറ്റേഷൻ, ഒരു പ്രസംഗത്തിന് എങ്ങനെ ആവശ്യമായ കാര്യങ്ങളാണോ അതെല്ലാം കണ്ടൻറ്റ് ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അവന് അവൻ്റെ മാതാപിതാക്കളിൽ നിന്നുള്ള പ്രചോദനമായിരിക്കും കിട്ടുന്നത്. ഇന്നും യോശിയാവിൻ്റെ അമ്മയെപ്പോലുള്ള മാതാപിതാക്കൾ ഉണ്ട് എന്നുള്ളതാണ്, സഭകളിലെ പള്ളികളുള്ളതാണ്. അവർ വിചാരിച്ചാൽ തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ നേർവഴിക്ക് നടത്താമെന്നുള്ളത് കാണാൻ പറ്റും. ഈ കുഞ്ഞിൻ്റെ അമ്മ, ഒരു സഹോദരനുള്ളത് ശാരീരിക പരിമിതികളുള്ള ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞാണ്. അവരെ കൊണ്ട് രണ്ടുപേരെയും അതിരാവിലെ തന്നെ പള്ളിയിൽ പ്രഭാത നമസ്കാരം തുടങ്ങുമ്പോൾ തന്നെ പള്ളിയിൽ വരുന്നു, ആരാധനയിൽ പങ്കെടുപ്പിക്കുന്നു, ദൈവികമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നുകൊണ്ടാണ് ഈ യോശിയാവിനെ പോലെ കൊച്ചിലെ തന്നെ, ചെറുപ്പത്തിലെ തന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മകനായിട്ട് അവൻ വന്ന് നല്ലപോലെ ഒരു മുതിർന്ന ഒരു പ്രാസംഗികൻ എങ്ങനെ, പ്രൊഫഷണലായ ഒരു പ്രാസംഗികൻ എങ്ങനെ പ്രസംഗിക്കുന്നു, അതുപോലെ യോഹന്നാൻ്റെ ആ ജനനവും ശൈശവവും, അത് കഴിഞ്ഞ് ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വളരേണ്ടത്, എങ്ങനെയാണ് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത്, ഈ സമൂഹത്തിന് എങ്ങനെയാണ് നന്മയായി തീരേണ്ടതൊക്കെ അവൻ പ്രസംഗിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം, ഹൃദയത്തിനുള്ള സന്തോഷം ഉണ്ടായി. അവനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. ദൈവം ഇതുപോലത്തെയുള്ള കുഞ്ഞുങ്ങളെ ദേവാലയങ്ങളിലൊക്കെ വളർന്നു വരുവാൻ അവരുടെ മാതാപിതാക്കൾ, സൺഡേ സ്കൂൾ അധ്യാപകർക്ക്, പുരോഹിതന്മാർക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.